ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവനെ പറ്റിയും അതിൻ്റെ നടത്തിപ്പുകാരി ഉദയാഗിരിജയെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരുപാട് കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ വന്ന കാര്യമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുന്നില്ല, പക്ഷേ അവർ ചെയ്ത തെറ്റ് അവരതിന് ശിക്ഷ അനുഭവിക്കണം. പക്ഷേ ഇപ്പോൾ വെറും 18 വയസ്സ് മാത്രമുള്ള അനാമിക ഇപ്പോൾ ഞാൻ അറിഞ്ഞതനുസരിച്ച് അമ്മയും മകനും ഒളിവിലാണെന്നാണ് അറിഞ്ഞത്. അപ്പം അത്രയും കെയർ കിട്ടേണ്ട സമയത്ത്, കാരണം കുഞ്ഞു പ്രായത്തിലെ അമ്മയും അച്ഛനൊക്കെ നഷ്ടപ്പെട്ട്, അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു. അത്തരൊരു ട്രോമയിലൂടെ ആ ഭവനത്തിൽ വന്ന ആ കുട്ടിക്ക് എങ്ങനെയായിരുന്നാലും ഒരു ലൈഫ് ഇപ്പോൾ കിട്ടി. അപ്പോൾ ആ ലൈഫിൽ ആ കുട്ടിയുടെ ഡെലിവറി കഴിഞ്ഞു. ഇപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും കല്യാണം കഴിച്ചു, അവരുടെ ഇതിൽ അവർ സേഫായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് പോവുമായിരുന്നു. ഇപ്പം ആ കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൂടാതെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് അത് ഒറ്റയ്ക്കായിരിക്കും, വേറെ ആരും കാണില്ല. പിന്നെ ഈ കേസിനെ പറ്റി ചിന്തിച്ചിട്ടുള്ള ടെൻഷൻ, പിന്നെ ഭർത്താവിനെ ഓർത്തുള്ള ടെൻഷൻ, ഞാൻ വന്നത് കൊണ്ട്, എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കുമോ ഹസ്ബൻഡിനും വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്ത ആ കുട്ടിയുടെ ഉള്ളിൽ വരാം. അപ്പോൾ എന്താവും, ഇതൊക്കെ ഓവറായിട്ട് ചിന്തിച്ച് ആ കുട്ടി ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയിലോട്ട് പോകും. കാരണം ഈ അവസ്ഥ വളരെ വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. കാരണം അമ്മ പോലും ഇല്ല, സ്വന്തം അമ്മ പോലും ഇല്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ആ കുട്ടി ഒറ്റയ്ക്ക് എങ്ങനെ തരണം ചെയ്യുന്നു പോലും നമുക്ക്, കാരണം ഇനി സോഷ്യൽ മീഡിയയിൽ വരുന്ന, ഇനിയിപ്പോൾ എന്തായിരുന്നാലും കേസ് എടുത്തു, ഇനി നമ്മളെ യൂട്യൂബ് ചാനലുകളിൽ അവരെ പറ്റിയുള്ള വീഡിയോസ് ഇനി ചെയ്യാതിരിക്കുക. കാരണം ആ കുട്ടി ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ആ കുട്ടി എഴുന്നേറ്റ് വരണം. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. കാരണം ആ അനാഥാലയത്തിൽ വെച്ച് പറയുന്നു, വിഷ്ണുവിൻ്റെ റൂമിലേക്ക് നൈറ്റ് പോകാറുണ്ടായിരുന്നു. ശരി, ആ കുട്ടി തെറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ആ കുട്ടിയുടെ സാഹചര്യത്തിൽ അവൾക്ക് വേണ്ടത് കെയറാണ്. അപ്പം നല്ല കെയർ കുഞ്ഞിനും അമ്മയ്ക്കും കിട്ടിയാൽ മാത്രമേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ആ കുട്ടി പോവാതിരിക്കുകയുള്ളൂ. അപ്പോൾ എന്താ, ആ കുട്ടിയുടെ അവസ്ഥ നമുക്കിപ്പോൾ എല്ലാവർക്കും ചിന്തിക്കാം. എന്തിലൊക്കെ കൂടെ ആയിരിക്കും ചിന്തിച്ച് കടന്നു പോകുന്ന. ഡിപ്രഷൻ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ ഭയാനകമായിരിക്കും. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനത് ഉറങ്ങാൻ പോലും ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വന്നത് അതിൽ നിന്നും. അപ്പം ഡിപ്രഷനിലുള്ള ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന. ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ അതിൽ നിന്ന് ഒരുപാട് റിലീഫാവും. അങ്ങനെ തിരിച്ചു കിട്ടിയൊരു ലൈഫാണ്. എനിക്ക് ഉറക്കം പോലും ഇല്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ കുട്ടി കൂടുതലൊന്നും ചിന്തിക്കാതിരിക്കട്ടെ. ആ കുട്ടിയെ എന്തായിരുന്നാലും ആരെങ്കിലുമൊക്കെ ഒന്ന് സംരക്ഷിച്ച് അതിന് ഈ ഒരു ഘട്ടം ഒന്ന് കടന്ന് കിട്ടിയാൽ അവർ വന്ന് കെയർ ചെയ്യുമായിരിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. ഇനി കേസും കോടതിയൊക്കെ കഴിഞ്ഞ് അവളെ ഇനി നോക്കുമായിരിക്കാം, നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇനി എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവരും, നിങ്ങൾക്ക് എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോടുള്ള യോജിപ്പാണോ വിയോജിപ്പാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.